புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. நதி நீயானால் கரைதானே, சிறு பறவை நீயானால் ഉൻവാനം നാനേ. അതെ, ആ പാട്ട് പാടാൻ പറ്റിയ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇവിടെ. അപ്പോൾ ചക്കപ്പുഴുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ രാവിലെ ഇവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയതാണ്. മഞ്ഞ് പല പല സ്റ്റേജിലേക്ക് ഇത് പെയ്തങ്ങ് പോവും. ആദ്യം പെയ്യാൻ തുടങ്ങുമ്പം ഈ ഒരു തൂവൽ പോലെ കനം കുറഞ്ഞിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് വീഴും. നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മളെ റോഡിലോട്ടൊക്കെ വന്ന് വീഴുന്നത് കാണാം. ലൈറ്റ്സിൽ കൂടെ നോക്കുമ്പം, വണ്ടി ഓടിച്ച് വരുമ്പം ആണെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിലോട്ടൊക്കെ ഇങ്ങനെ തൂവൽ പോലെ ഇങ്ങനെ വന്ന് വീഴും. അതൊരു നല്ല രസമാണ് അത് കാണാനായിട്ട്. അത് കുറച്ചൊക്കെ ഇങ്ങനെ പോയി അതിൻ്റെ അവസ്ഥ കൂടി വരുമ്പോഴാണ് രസം നീരസമായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്തിരുന്ന് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ നമ്മൾ വെളിയിലോട്ടിറങ്ങി ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു വീണ് അത് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ലെയർ ഇങ്ങനെ കൂടി വരുന്നു. റോഡ് കാണത്തില്ലെന്നാവുന്നു, ഡ്രൈവ് വേ വീട്ടിനകത്തോട്ടുള്ള വഴി കാണത്തില്ലെന്നാവുന്നു. പുറകിലോട്ടൊക്കെ നോക്കിയാൽ ബാക്ക് യാർഡൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി അതിൻ്റെ ലെയർ ഇങ്ങനെ കൂടി വരുന്നു. അങ്ങനെ ഞാനിന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാം ഇന്നലെ ഇത് ഓരോ സെക്ഷൻ പിടിച്ച് വെച്ചു. രാത്രിയൊക്കെ ആറാകുമ്പോഴത്തേക്കും ഇങ്ങനെ ക്ലൗഡി ആയിട്ട് വളരെ ഫ്രീസായിട്ട് ഫ്രോസൺ ആയിട്ടിരിക്കുന്ന അറ്റ്മോസ്ഫിയർ അല്ലേ, അതിലോട്ട് പിന്നെ ഇങ്ങനെ മഞ്ഞിങ്ങനെ വീണുകൊണ്ട് താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പം ഒരു ഭയങ്കര ഒരു മരവിച്ചിരിക്കുന്ന അന്തരീക്ഷം എന്നൊക്കെ പറയുന്നത് ശരിക്കും അതാണ്. അപ്പോൾ അത് രാത്രിക്കൊക്കെ നമ്മൾ കിടക്കുമ്പം ഈ ശ്രദ്ധിച്ച് നോക്കിയ റൂഫിൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ കുഞ്ഞു മഞ്ഞ് വീഴുന്ന വെച്ച ആ പാട്ടുണ്ടല്ലോ. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതം കെടുത്തി ഞാൻ. പിന്നെ അങ്ങനെ മഞ്ഞ് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. മഞ്ഞും മഴയും കുഞ്ഞിക്കുളിരും മന്ദാരക്കാട്ടിൽ വീരുന്നു വന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ പാട്ട്. അതെല്ലാം നമുക്ക് ഈ മഞ്ഞ് കാണുമ്പോൾ ഓർമ്മ വരും. പിന്നെ ഇന്ന് സാധാരണ അതിങ്ങനെ നേരം വെളുക്കുമ്പോഴൊക്കെ വീണ്ടും ഇങ്ങനെ ക്ലൗഡി ആയിട്ട് തന്നെ നിൽക്കും. 1-2 ദിവസങ്ങളൊക്കെ അങ്ങനെ കിടക്കാറുണ്ട്. ഇനി അത് വരുമോ എന്നറിയത്തില്ല അങ്ങനത്തെ അവസ്ഥ. പക്ഷേ ഇപ്രാവശ്യം വീണത് ഏതായാലും നേരം വെളുത്തപ്പോൾ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ആയിരുന്നു. അപ്പം സൺലൈറ്റിൽ നമ്മുടെ റൂഫിലുള്ള മഞ്ഞൊക്കെ പതുക്കെ ഉരുകി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം. ഇങ്ങനെ വെള്ളം വീഴുന്ന വെച്ചാൽ കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല. അതിങ്ങനെ വീണ് ഈ ഐസ് പുറകെ കിടക്കുന്ന എല്ലാം ഇങ്ങനെ ഉരുകി തീരും. പിന്നെ അതിൻ്റെ പുറകിലത്തെ ആ നീല ആകാശം, എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം ആ ഒരു ആകാശമാണ്. ഭയങ്കര ഭംഗിയാണ്. അത് പല നേരം പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരും. പക്ഷേ ഈ നീല ആകാശം, കുറച്ച് മുമ്പ് ഇതിന് കുറച്ചും കൂടെ നല്ല നീലയായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ആ ഇലയില്ലാത്ത ആ മരത്തെ നിറച്ചും മഞ്ഞും. അപ്പോൾ വേറൊരു ടൈപ്പ് ഐസ് മഞ്ഞ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ഇങ്ങനെ മഞ്ഞായിട്ട് കിടക്കത്തില്ല, അത് ഫ്രോസണായിട്ട് ഇലകളും മരങ്ങളും ചെടികളും എല്ലാം ആ ഐസിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ കിടക്കത്തില്ല, അത് ഫ്രീസിങ് ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞ് ഇങ്ങനെ മഞ്ഞാകാതെ അതിങ്ങനെ ഗ്ലാസ് പോലത്തെ ഐസ്. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ടയർ സ്ലിഡായി പോകാനൊക്കെ ആക്സിഡൻസ് ഒക്കെ ഒത്തിരി ഉണ്ടാകാനൊക്കെ ചാൻസ് ഉള്ള ഐസാണത്. അപ്പോൾ ഏതായാലും ഈ മഞ്ഞും മഴയും ഇതൊക്കെ എൻ്റെ ആ പുറകിലത്തെ നീലാകാശം എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു നല്ല രസമുള്ള നല്ല മനോഹരമായ ഒരു അന്തരീക്ഷം, ഒരു കാലാവസ്ഥ. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി, ഇത് കുന്തങ്കാലെ കുത്തിയിരുന്നുകൊണ്ട് ഇവിടെ ഒന്ന് പിടിക്കുന്നത്. കാരണം ഇവിടെ ഐസാണ്, പുറകുവശത്ത് കസേരയൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം തെന്നിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ടാണ് ഇത്രയും പിടിച്ച് നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ.